മുഖ്യമന്ത്രിയോട് വളരെ വിനീതമായ ഒരു അഭ്യർത്ഥനയാണ്, ദയവായി ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂൾ ഒന്ന് സന്ദർശിക്കണം. പക്ഷേ കേരള ഗവൺമെൻറ് 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരെ വിദ്യാർത്ഥിയായിട്ട് അംഗീകരിക്കില്ല, അവരെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നാണ് പറയുന്നത്. സീറോ റിജക്ഷൻ എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. സീറോ റിജക്ഷൻ, അതായത് ഒരു കുഞ്ഞു പോലും നിഷേധിക്കപ്പെട്ടെന്ന് പറയരുത്. ഞങ്ങളിത് ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ ബാനറുകൾ MLA-മാരുടെ നെഞ്ചത്തൊട്ടിച്ചിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം വായിക്കില്ല. നമസ്കാരം. നമ്മുടെ സംസ്ഥാനം ഭിന്നശേഷി സൗഹൃദമാണ് എന്ന് കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാർ ഈ ഒരു തെരുവിലേക്ക് നോക്കണം. കാരണം അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് ഇന്ന് മറുനാടന് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ഈ തെരുവിൽ അപ്പാടെ ഭിന്നശേഷിക്കാരും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും അതുകൂടാതെ അവരുടെ രക്ഷിതാക്കളും ഇങ്ങനെ അവരുടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഓരോ തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തും എങ്കിലും ഭിന്നശേഷിക്കാരെ നിഷേധിക്കുന്ന തരത്തിലാണ് നമ്മുടെ സർക്കാരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഫാദർ റോയ് കണ്ണഞ്ചിറ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. അച്ഛോ, ഈ നമ്മുടെ സർക്കാർ തന്നെ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗം, ഇപ്പോൾ ആ വിഭാഗത്തിന് തന്നെ ഇത്തരത്തിലുള്ള നിരവധി നിഷേധങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? ഇവിടെ ഇന്ന് 2025 ഫെബ്രുവരി മാസം 19-ാം തീയതി ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കേരളത്തിലെ ഭിന്നശേഷിയുള്ള മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാവരും, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾ, അവരുടെ സംഘടന എയ്ഡ് എന്ന സംഘടന, അവരുടെ മാതാപിതാക്കൾ, ഭിന്നശേഷിയുള്ള മക്കളുടെ മാതാപിതാക്കളുടെ സംഘടന പെയ്ഡ്, പേരൻസ് അസോസിയേഷൻ ഓഫ് ഇൻ്റലക്ച്വലി ഡിസേബിൾഡ്, ഒപ്പം മറ്റ് അധ്യാപക സംഘടനകൾ ആശ്വാസ്, SSCU, ഒപ്പം ഞാൻ നേതൃത്വം നൽകുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് കേരളയുടെ പിന്തുണ, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മറ്റൊന്നുമല്ല, ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഭിന്നശേഷിയുള്ള മക്കൾക്ക് നൽകാമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ്. RPWD ആക്ട് അത് നടപ്പിലാക്കുക. അതിവിടെ ഇതുവരെ നടപ്പിലാക്കുന്നില്ല. അപ്പം ഏറ്റവും ദുരിതം എന്താണെന്നറിയോ? ഇവിടെ നമുക്കറിയാമല്ലോ, ഇവിടെ 320ഓളം സ്പെഷ്യൽ സ്കൂളുകൾ പ്രൈവറ്റ് മേഖലയിലാണ്. 48,000-ഓളം ഭിന്നശേഷിയുള്ള മക്കളാണ് ആ സ്കൂളുകളിൽ ജീവിക്കുന്നത്. പഠിക്കുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, ഞങ്ങളവരെ പഠിപ്പിക്കുകയാണ്. പക്ഷേ അവരെന്താണ് പഠിക്കുന്നത് നമുക്കറിയാമല്ലോ. 10ാം ക്ലാസ് ആയാലും 11ാം ക്ലാസ് ആയാലും പേരെഴുതാൻ അറിയത്തില്ലാത്ത മക്കളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചോദ്യം പോലും തിരിച്ച് ചോദിക്കാത്ത മക്കളെയാണ് നിരന്തരം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത്തരത്തിലുള്ള മക്കൾക്ക് ജീവിക്കാനും സഹായിക്കാനും അവരുടെ ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ള സഹായം നൽകുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കണമെങ്കിൽ അവിടെ 20 പിള്ളേർ വേണം എന്നാണ് സർക്കാരിൻ്റെ നിയമം. അതേസമയം സർക്കാർ നടത്തുന്ന പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ബഡ് സ്കൂളിലാണെങ്കിൽ ഒരു കുട്ടി മതി. ഒറ്റ കുട്ടിയുണ്ടെങ്കിൽ ബഡ് സ്കൂളുകൾക്ക് അംഗീകാരമുണ്ട്. ഈ സ്പെഷ്യൽ സ്കൂളുകൾക്ക്, പ്രൈവറ്റ് ഏജൻസീസ് നടത്തുന്ന ഈ സ്പെഷ്യൽ സ്കൂളുകൾക്ക് 20 പേര് വേണമെന്ന് നിർബന്ധമാണ്. ഇനി മുഖ്യമന്ത്രിയോട് വളരെ വിനീതമായ ഒരു അഭ്യർത്ഥനയാണ്, ദയവായി ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂൾ ഒന്ന് സന്ദർശിക്കണം. വിദ്യാഭ്യാസ മന്ത്രി ഒരു സ്പെഷ്യൽ സ്കൂൾ സന്ദർശിക്കണം, ബഡ് സ്കൂളും സന്ദർശിക്കണം. ഇവിടെ നടക്കുന്ന പരിശീലനങ്ങൾ കാണണം. ബഡ് സ്കൂളിലും നല്ല പരിശീലനം നൽകുന്നുണ്ട്, നല്ല അധ്യാപകരാണ്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്. കാരണം ഞങ്ങൾക്ക് ബഡ് സ്കൂളൊന്നോ സ്പെഷ്യൽ സ്കൂളൊന്നോ ഇല്ല. ഈ മക്കൾക്ക് എല്ലാവർക്കും തുല്യ നീതി കിട്ടണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം വിദ്യാർത്ഥിയായിട്ട് അംഗീകരിക്കില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ DDRS പദ്ധതി അനുസരിച്ച് 23 വയസ്സ് വരെ ഭിന്നശേഷിയുള്ള മക്കളെ സ്കൂൾ വിദ്യാർത്ഥികളായിട്ട് അംഗീകരിക്കും. പക്ഷേ കേരള ഗവൺമെൻറ് 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരെ വിദ്യാർത്ഥിയായിട്ട് അംഗീകരിക്കില്ല, അവരെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നാണ് പറയുന്നത്. അവർക്ക് വൊക്കേഷണൽ സെക്ഷനിലേക്ക് മാറ്റണമെന്നാണ് പറയുന്നത്. ഇവിടെ 23 വയസ്സ് വരെയുള്ള കുട്ടികളെ കൂടി വിദ്യാർത്ഥികളായിട്ട് അംഗീകരിച്ച് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട്, താമസിപ്പിക്കാനായിട്ട് അനുവദിക്കണം എന്നതാണ് ഞങ്ങൾ ഈ ഒരു സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഒപ്പം രണ്ടാമത്തെ ആവശ്യം, ഈ സ്പെഷ്യൽ സ്കൂളുകൾക്ക് 20 കുട്ടികൾ എന്നുള്ള ആ ഒരു ലക്ഷ്മണ രേഖ അതങ്ങോട്ട് എടുത്ത് കളഞ്ഞ് ആരൊക്കെയാണോ ഈ മക്കളെ സഹായിക്കാൻ വരുന്നത് നിയമപരമായിട്ട് സർക്കാർ ആവശ്യപ്പെടുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഈ മക്കളുടെ പരിചരണത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ വരുന്ന നാനാജാതി മതസ്ഥരാണ്. അല്ലാണ്ട് ഒരു മതമൊന്നുമില്ല, ഇതിനകത്ത് മതമില്ല. ഇപ്പോൾ ഓരോ സ്പെഷ്യൽ സ്കൂളിലും എല്ലാ മതത്തിലെ മക്കളുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമോ മതമോ ഒന്നും ഇതിനകത്ത് വിഷയമല്ല. ഈ മക്കൾക്ക് ഒരു കുഞ്ഞു പോലും നിഷേധിക്കപ്പെടരുത്.
സീറോ റിജക്ഷൻ എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. സീറോ റിജക്ഷൻ, അതായത് ഒരു കുഞ്ഞ് പോലും നിഷേധിക്കപ്പെട്ടെന്ന് പറയരുത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന് ഡിക്ലെയർ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്ന മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കണം. ഇത് ഞങ്ങൾ ഈ ഒരു സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതാണ്. ഒപ്പം ഈ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ 23 വയസ്സ് വരെ മക്കൾക്ക് സ്കൂളിൽ പഠിക്കാനുള്ള അവകാശം കൊടുക്കണം. ഒപ്പം RPWD ആക്ട് അത് പ്രകാരം 25% കൂടി ആ കമ്മീഷൻ കൂട്ടി 2000 രൂപ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളിവിടെ നടത്തുന്ന സമരമാണ്. ഇത് 7ാമത്തെ സമരമാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഇതുപോലെ തന്നെ 10-20,000 പേര് വന്ന് സമരം നടത്തി. ഒരു കാര്യമുണ്ടായില്ല. ഇവർ പ്രഖ്യാപനങ്ങളാണ്, വലിയ പ്രഖ്യാപനങ്ങളാണ്. ബഡ്ജറ്റിൽ വലിയ കോടികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഓരോ ചില്ലി പൈസ അതിനകത്തുനിന്ന് ഇതിലേക്ക് മാറ്റുന്നില്ല. അതുകൊണ്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത് ഇവിടെ മുൻ മന്ത്രി രാജേന്ദ്രൻ ഇവിടെ പ്രസംഗിച്ചു. ഗവൺമെൻറ്റിനോടാണ് ചോദിച്ചത്, ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ട് നടപ്പിലാക്കിക്കൂടാ? ഇവിടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് വിലയിരുത്തലൊക്കെ വരുന്ന സമയത്ത് ഭിന്നശേഷിക്കാരെ ഭിന്നശേഷി സൗഹൃദമാണ് എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ ചോദിച്ച ചോദ്യം വേറൊന്നുമല്ല. ഞങ്ങളിത് ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ ബാനറുകൾ MLA-മാരുടെ നെഞ്ചത്തൊട്ടിച്ചിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം വായിക്കില്ല. ഇപ്പോഴും ഭിന്നശേഷിയുള്ള മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക രോഗമുള്ളവർ എന്ന് പറയുന്ന ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. ഞങ്ങളിത് വന്ന് ചെന്ന് ചോദിച്ചു കഴിയുമ്പോൾ മാനസിക രോഗമുള്ളവരാണല്ലേ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത് മാനസിക രോഗമല്ല, ഇത് ജന്മനായുള്ള ഈ മക്കളുടെ അവസ്ഥയാണ്. ഇവരറിയാതെ സംഭവിച്ചതാണ്. ഈ മാതാപിതാക്കളുടെ കുറ്റമല്ല, ഇത് ആരുടെയും കുറ്റമല്ല. നമ്മുടെ ഈ കേരളത്തിൽ ഇതുപോലെ ലക്ഷക്കണക്കിന് മക്കളെ പരിപാലിക്കാൻ വേണ്ടി ഈ മാതാപിതാക്കൾ അവർ ഈ മക്കളെ ജീവിക്കാൻ അനുവദിച്ചല്ലോ. അവരോടൊരു നീതി പുലർത്തണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. ഇത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരുടെയും MLA-മാരുടെയും വീട്ടിൽ ഇതുപോലൊരു കുഞ്ഞുണ്ടായാൽ മാത്രമേ ഈ മക്കളുടെ ഗതികേട് എന്താണ്, ഈ മക്കളെ പോറ്റുന്നവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എങ്കിൽ പോലും ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കില്ല എന്നാണ് പറഞ്ഞത്. ഈ ഇരിക്കുന്ന ഒരു മാതാപിതാക്കളും ഇവിടെ നിൽക്കുന്നവരാരും ആരുടെയെങ്കിലും വീട്ടിൽ ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞുണ്ടാകണേ. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഈ മക്കൾക്ക് ഈ സർക്കാർ ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ഇതുപോലൊരു കുഞ്ഞുണ്ടാകരുതേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാണ് ഈ വെയിൽ കൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കാരണം അത്രയേറെ ബുദ്ധിമുട്ടാണ്. ഒരു കുഞ്ഞുണ്ടായാൽ ഒരു വീട് പകുതി നിശ്ചലമായി. 2 മക്കളുള്ള ആയിരക്കണക്കിന് വീടുകൾ ഇവിടെയുണ്ട്. ഭിന്നശേഷിയുള്ള മക്കൾ 2 കുഞ്ഞുങ്ങളുള്ള ആയിരക്കണക്കിന് വീടുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതം നിശ്ചലമായി പോയി, വേഗത കുറഞ്ഞു പോയി. അപ്പോൾ ഈ കുടുംബങ്ങളെ ഒന്ന് സഹായിക്കാൻ വേണ്ടി സന്മനസ് പ്രകടിപ്പിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർ, എനിക്ക് മറുനാടനോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഭിന്നശേഷിയുള്ള സ്പെഷ്യൽ സ്കൂളുകളിലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന അധ്യാപകരുടെ വേതന വ്യവസ്ഥ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ സമരം ചെയ്യുന്നുണ്ട്. ആര് കേൾക്കാനാണ്? എന്താണ് ഇവരുടെ വേതന വ്യവസ്ഥ എന്ന് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം എന്തെങ്കിലും ഉറക്കെ ചോദിച്ചിട്ടുണ്ടോ? ഈ സ്പെഷ്യൽ സ്കൂളിൽ ഈ കുഞ്ഞുങ്ങളുടെ വിസർജ്യം മുഴുവൻ കോരി കഴുകി കുളിപ്പിച്ച് അതേ കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുത്ത് അതേ കൈകൊണ്ട് സ്വന്തം ഭക്ഷണം വാരിക്കഴിച്ച് മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഈ മാലാഖമാരെ പോറ്റുന്ന ഈ മാലാഖമാരായ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ, അനധ്യാപകർ രണ്ടും ഒരേ പാർട്ടി കേട്ടോ. അധ്യാപകരും അനധ്യാപകരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. കാരണം ഒരേ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പൾ തൊട്ട് അനധ്യാപകർ വരെയുള്ള ഈ ഒരു ഗ്രൂപ്പ് അവർ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ട് ഈ മക്കളെ തീറ്റിപ്പോറ്റുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ പോലും ഇവർക്ക് തൊഴിലുറപ്പിന് കിട്ടുന്ന പണം പോലും ഈ മക്കൾക്ക് കിട്ടുന്നില്ല, ഈ അധ്യാപകർക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഒപ്പം ഞാൻ സ്പെഷ്യൽ ഒളിമ്പിക്സിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. സ്പെഷ്യൽ ഒളിമ്പിക്സ് 2013 മുതൽ ഭിന്നശേഷിയുള്ള മക്കളുടെ കായിക പരിശീലന പരിപാടിയുടെ നേതൃത്വമാണ് വഹിക്കുന്നത്. ഇനി ഒരു കാര്യം പറയട്ടെ, കേന്ദ്ര സർക്കാർ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് മക്കൾക്ക് 3 ലക്ഷവും 2 ലക്ഷവും 1 ലക്ഷവും വീതം സമ്മാനം കൊടുത്തിരുന്നു. കഴിഞ്ഞ 2010 വർഷത്തിനേറെയായി കേരളത്തിൽ നിന്ന് 100-ലേറെ ഇൻ്റർനാഷണൽ മെഡലുകൾ നമ്മുടെ ഭിന്നശേഷിയുള്ള മക്കൾ ലോസ് ആഞ്ചൽസിലും ഓസ്ട്രേലിയയിലും അബുദാബിയിലും ജർമ്മനിയിലും ഒക്കെ പോയി മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഈ കാര്യങ്ങൾ സർക്കാരിന് മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടും സർക്കാർ അവർക്ക് വേണ്ടി ഒരു കാര്യം പോലും ചെയ്യുന്നില്ല. ഈ ഭിന്നശേഷിയുള്ള മക്കളിൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് സർക്കാരിൻ്റെ ലാസ്റ്റ് ഗ്രേഡിൽ ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിരവധി സംഘടനകൾ പ്രൈവറ്റായിട്ട് അത്തരത്തിലുള്ള മക്കൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് ജോലി ചെയ്യാൻ ഈ മക്കൾക്ക് ഈസിയായിട്ട് പറ്റും. പക്ഷേ അതൊന്നും നമ്മുടെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനത്ത്
3-4% ഭിന്നശേഷിക്കാർക്ക് വേണ്ടി തൊഴിൽ സംവരണം ചെയ്തിട്ടുള്ള സംസ്ഥാനത്ത് ഇപ്പോഴും അർഹതയുള്ള നിരവധി പേർ, സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇൻ്റർനാഷണലിൽ പങ്കെടുത്ത നിരവധി പേർ ഇപ്പോഴും അനർഹരായിട്ട് തിരസ്കരിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇതെല്ലാം ഈ വെയിൽ കൊള്ളുന്നതിൻ്റെ ആവശ്യങ്ങളാണ്. ഞാനല്ല, എന്നേക്കാൾ കൂടുതൽ ഇവിടെ ഈ ജീവിതം മുഴുവൻ കഷ്ടകാലത്തിൻ്റെ പൊരിവെയിൽ കൊള്ളുന്ന ഈ മാതാപിതാക്കൾക്ക് ഞാൻ ഈ മറുനാടൻ്റെ സന്മനസ്സിനെ സമർപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ ഇത്രയും ഈ സമയം ഇത് കേൾക്കാനും പൊതുജനമധ്യത്തിന് മുമ്പിൽ ഇതൊരു ചർച്ചയാക്കാനും കാരണമാക്കി. നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു, ശ്രോതാക്കൾക്കും നന്ദി പറയുന്നു. എന്തായാലും നമ്മുടെ ഇടത് സർക്കാർ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാണ് എന്ന് വെറുതെ കൊട്ടിഘോഷിച്ചാൽ പോരാ, അവരെ സഹായിക്കുന്ന രീതിയിൽ പെരുമാറണം, അത്തരത്തിലുള്ള നയങ്ങൾ നടപ്പിലാക്കണം. പറയുന്നത് നടപ്പിലാക്കുന്ന സർക്കാരായി നമ്മുടെ സർക്കാർ മാറിയിരിക്കണം എന്ന വാക്കാണ് ഇവരും പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.